താങ്കൾ വാഹനം വിലയിരുത്തുന്ന ആളാണ്, റോട്ടിൽ കാറിൽ ഡ്രൈവ് നടത്തുന്ന ആളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതലും, ഇപ്പോൾ മെട്രോ ഉണ്ട്, നമുക്ക് കൊച്ചിയിലാണെങ്കിൽ മെട്രോ ഉണ്ട്, അത് കൂടുതൽ ഉപയോഗിക്കാത്ത എന്താണ്? കണക്ടിവിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു സ്ഥലത്ത് ഇറങ്ങി പോകാൻ? എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കണക്ടിവിറ്റി ആണ് എന്നെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്ന ഈ കാര്യത്തിൽ. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി തന്നെ പോകാം എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതുണ്ട്. ഇപ്പം നമ്മൾ പല രാജ്യങ്ങളിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കുറച്ചുകൂടി എന്താണ് ബ്രാഞ്ചസ് ഉണ്ട് ഈ മെട്രോയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെയും കയറി പോകാം. ഇപ്പം ഞാൻ ആദ്യ കാലത്തൊക്കെ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഇതില്ലായിരുന്നു, മെട്രോ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്നൊക്കെയാണ് പിന്നെ സിറ്റി. പക്ഷെ ഇപ്പോൾ എല്ലാം കണക്റ്റഡായി. ആ രീതി കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇപ്പം എയർപോർട്ട് വരെ മെട്രോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തായ്ലൻഡിലേ പോകുള്ളൂ. അതില്ല, നമ്മളിപ്പോൾ ആലുവ ചെന്നിറങ്ങി അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ച് എയർപോർട്ടിൽ പോകണം. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. മുഴുവൻ വെൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഇപ്പം ഇൻഫോ പാർക്കിലേക്കുള്ളത് വന്നു കഴിയുമ്പോൾ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന പലരും അതിനെ ആശ്രയിച്ച് തുടങ്ങും. അത് എ സിയിലൊക്കെ സുഖമായിട്ട് രാവിലെ പോകാം. ഇപ്പം എന്താ അവിടെയൊക്കെ ബ്ലോക്ക്. അങ്ങനെ ഇത് വ്യാപിച്ച് വരും. ഒരു ട്രെൻഡായിട്ട്, ഒരു കൾച്ചറായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഭാവിയിൽ മാറും എന്ന് പ്രത്യാശിക്കാം. പ്രത്യാശിക്കാം. ശരി.